വൈദ്യുത ചാർജ് വർധനയ്ക്ക് പരിഹാരം കാണാനെന്ന പേരിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റിൽ നിന്ന് ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനാവാതെ കമ്പനി. പൊതുമേഖലാ സ്ഥാപനമായ ഓട്ടോകാസ്റ്റിൽ ഒരു വർഷം മുൻപാണ് 8 ഏക്കർ ഭൂമിയിൽ വ്യവസായ വകുപ്പ് ആയിരക്കണക്കിന് സോളാർ പാനലുകൾ സ്ഥാപിച്ചത്. 10 ലക്ഷം രൂപ പ്രതിമാസ ചെലവ് കുറയ്ക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു ഈ പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കാട് പിടിച്ച് ആർക്കും പ്രയോജനമില്ലാതെ നശിച്ചു പോവുകയാണ്. ഒരു മാസം 10 ലക്ഷം രൂപ കുറയും. അത്രയും കുറയുമെന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതെ, അതോടുകൂടി ഉൽപാദന ചെലവ് കുറയും. കുറെ കൂടി വിപണിയിൽ നമുക്ക് മത്സര സജ്ജമാകാൻ കഴിയുമെന്നതാണ് ഒരു ഗുണം. മുടക്കിയത് ഒരു 9 മാസം കൊണ്ട് 9 വർഷം കൊണ്ട് തിരിച്ച് ലഭിക്കുമെന്ന രൂപത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. 2024 ജനുവരി 19 ആലപ്പുഴയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിക്കുന്നത്. കാക്കനാട് കേന്ദ്രീകരിച്ചുള്ള ഇൻകം ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഒരു വർഷം പിന്നിടുമ്പോൾ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ഒരു വർഷം മുമ്പ് പൊതുമേഖലാ സ്ഥാപനമായ ചേർത്തല ഓട്ടോകാസ്റ്റിന്റെ 2 ഏക്കർ ഭൂമിയിൽ സർക്കാർ നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റാണ് നമുക്ക് പിന്നിൽ ഈ കാണുന്നത്. 10 കോടി രൂപയിലേറെ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പദ്ധതി കൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ദൃശ്യങ്ങൾ കണ്ട 2 ഏക്കർ കൂടാതെ 6 ഏക്കറിൽ കൂടി ഓട്ടോകാസ്റ്റിൽ സോളാർ പാനൽ യൂണിറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നു. 10.33 കോടി രൂപയായിരുന്നു നിർമ്മാണ തുക. മാസം 35 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിന്റെ വൈദ്യുതി ചാർജ്. 2 മെഗാവാട്ട് വൈദ്യുതിയാണ് സൗരോർജ്ജ പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത്. അങ്ങനെയെങ്കിൽ മാസം 10 ലക്ഷം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ ഓട്ടോകാസ്റ്റിന് ലാഭിക്കാം. 9 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാമെന്നും കണക്കുകൂട്ടൽ. 1,40 ലക്ഷം രൂപ ഇതിനകം ഓട്ടോകാസ്റ്റിന് വൈദ്യുതി ചാർജ് ഇനത്തിൽ ലാഭിക്കേണ്ട പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? തൊഴിലാളികൾ പറയട്ടെ. സർക്കാരിലുള്ള കെടുകാഴ്ചതയാണ്. ഓട്ടോകാസ്റ്റിന്റെ പേരിൽ വൻ തുക സർക്കാർ അനുവദിച്ചെങ്കിൽ തന്നെയും അതൊക്കെ കാര്യമായ രീതിയിലോ സ്ഥാപനത്തിന്റെ പുരോഗതിക്കോ ഉതകാത്ത രീതിയിലാണ് ഫണ്ടുകൾ ചെലവഴിക്കുന്നത്. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ മിഷനറികൾ വാങ്ങി സ്ഥാപനത്തെയും തൊഴിലാളികളെയും ഇല്ലാതാക്കാനാണ് ഈ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് കോടികൾ മുടക്കിയ പദ്ധതി നടപ്പാകാതെ പോയി എന്ന് ഓട്ടോകാസ്റ്റ് നൽകിയ മറുപടി കാണാം. വിവരാവകാശ രേഖകൾ പ്രകാരം ഉദ്ഘാടന വേളയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രാഥമികമായി നേടേണ്ട KSEBയുടെ ഗ്രിഡ് കണക്ടിവിറ്റി പോലും ഓട്ടോകാസ്റ്റ് നേടിയിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തം. 10 കോടി രൂപ ചെലവഴിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ 1 രൂപയുടെ വൈദ്യുതി പോലും ഓട്ടോകാസ്റ്റിന് ഉൽപ്പാദിപ്പിക്കാനായില്ലെന്ന് രേഖകൾ പറയുന്നു. പ്രോജക്റ്റ് ഇതിന്റെ KSEB ആയിട്ടുള്ള ഒരു അനുമതി പോലും ലഭിക്കാതെയാണ് ഇതിങ്ങനെ നടത്താൻ കാരണം. അതുകൊണ്ടാണ് നമുക്ക് സർക്കാർ ഇതിനുള്ള അനുമതി കിട്ടാതെയാണ് ഇത് പ്രോജക്റ്റ് എല്ലാം നടത്തിയത്. അതിന്റെ തെളിവാണ് ഈ കാണുന്നതെല്ലാം. ഇന്ന് 8 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച യൂണിറ്റിന്റെ അവസ്ഥ ഇതാണ്. കാട് കയറി പലതും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. 10 കോടി രൂപയ്ക്കുമേൽ ചിലവുള്ള പദ്ധതികളുടെ കരാറിൽ ഏർപ്പെടുമ്പോൾ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. അടിസ്ഥാനപരമായി ഈ കടമ്പകൾ കടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിക്കാൻ വ്യവസായ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പ്രവർത്തന സജ്ജമല്ലാതിരുന്നിട്ടും യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പോലും കബളിപ്പിക്കലായിരുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.